മ്യാൻമർ ഭൂകമ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന വിവരവും അതിനിടെ പുറത്തുവരുന്നു. ഭൂകമ്പത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഒരു അമേരിക്കൻ ജിയോളജിസ്റ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് മ്യാൻമറിനെ പിടിച്ചുകുലുക്കിയത്. മ്യാൻമറിലെ ഭൂകമ്പബാധിത മേഖലയിൽ നിന്ന് 1500ഓളം കിലോമീറ്റർ അകലെയുള്ള തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലും ഭൂകമ്പം കനത്ത നാശം വിതച്ചു. ഭൂകമ്പം 334 ആണവ ബോംബുകളുടെ അത്രയും ഊർജം പുറത്തുവിട്ടുവെന്നാണ് US ജിയോളജിസ്റ്റായ ജസ് ഫീനിക്സ് CNN പറഞ്ഞത്. ഇത്തരം ഭൂകമ്പങ്ങൾ റിലീസ് ചെയ്യുന്ന ഊർജം 334 ആണവ ബോംബുകൾക്ക് സമാനമാണെന്നാണ് ജസ് ഫീനിക്സ് പറഞ്ഞത്. മേഖലയിൽ തുടർചലനങ്ങൾ മാസങ്ങളോളം നിലനിൽക്കുമെന്നും ജസ് ഫീനിക്സ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് മ്യാൻമറിന് താഴെയുള്ള യൂറോപ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുന്നത് തുടരുന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് വീണ്ടും തുടർചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മ്യാൻമർ ഭൂകമ്പത്തിന്റെ ഞെട്ടലിലാണ് ലോകം. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമുണ്ടായ ഏറ്റവും വിനാശകാരിയായ ഭൂകമ്പമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് വെറും 10 കിലോമീറ്റർ താഴെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം. ഇതാണ് ഭൂകമ്പത്തിന്റെ ആഘാതം വർദ്ധിക്കാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മ്യാൻമറിലെ ഭൂകമ്പം തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും കനത്ത നാശമാണ് വിതച്ചത്. ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന 30 നില കെട്ടിടം തകർന്നു വീണ ദൃശ്യം ഭൂകമ്പത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. ഭൂകമ്പബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റോഡുകളും പാലങ്ങളും തകർന്നിട്ടുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൈത്താങ്ങുമായി മ്യാൻമറിൽ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് മ്യാൻമറിൽ നിന്ന് പുറത്തു വരുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. എന്നാൽ പ്രതികൂലമായ നിരവധി ഘടകങ്ങളുണ്ട്. ഇതെല്ലാം രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മരണസംഖ്യ കുത്തനെ ഉയർന്നേക്കാമെന്ന ആശങ്കയാണുള്ളത്. US ജിയോളജിക്കൽ സർവേ പറയുന്നത് മരണസംഖ്യ 10,000 കടന്നേക്കുമെന്നാണ്. എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നായി മാറുകയാണ് മ്യാൻമാർ ഭൂകമ്പം. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിൽ വെള്ളിയാഴ്ചയാണ് ഒന്നിനു പിറകെ ഒന്നായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായത്.